കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ ദിനത്തിലേക്ക് അടുക്കുകയെ ഭരണപക്ഷമായ ഇടതുപക്ഷവും പ്രതിപക്ഷമായ UDF-ഉം തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടം അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി മുറുകുകയാണ്. വികസന തുടർച്ച എന്ന മുദ്രാവാക്യവുമായി LDF ജനങ്ങളെ സമീപിക്കുമ്പോൾ പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളും കൂട്ടുകെട്ടുകളെയും കടന്നാക്രമിച്ചുകൊണ്ട് CPM തങ്ങളുടെ പ്രചാരണം ശക്തമാക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് കണ്ണൂരിൽ നടന്ന പൊതുപരിപാടിയിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് നടത്തിയ പ്രസംഗം രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ നാശം തുടങ്ങുമെന്ന അതിശക്തമായ താക്കീതാണ് അദ്ദേഹം തന്റെ പ്രസംഗത്തിലൂടെ നൽകിയത്. കേരളത്തിന്റെ മതേതര മനസ്സിനെ മുറിപ്പെടുത്തുന്ന രീതിയിൽ വർഗീയ ശക്തികളുമായി കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഏർപ്പെടുന്നുവെന്നും ഇത്തരം പ്രവണതകളെ ജനാധിപത്യ വിശ്വാസികൾ ജാഗ്രതയോടെ കാണണമെന്നും സ്വരാജ് ഓർമ്മിപ്പിച്ചു. വികസന നേട്ടങ്ങൾ തടസ്സപ്പെടാതിരിക്കാൻ ഇടതുപക്ഷ ഭരണ തുടർച്ചയുടെ അനിവാര്യതയെക്കുറിച്ചും UDF-ന്റെ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും വിശദമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യത്തെ കോൺഗ്രസ് അപകടപ്പെടുത്തുകയാണെന്ന് ആരോപിച്ച സ്വരാജ് വർഗീയ ശക്തികളുമായി കോൺഗ്രസ് നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ടുകളെ അക്കമിട്ട് നിരത്തി. കോൺഗ്രസിന്റെ നിലവിലത്തെ രാഷ്ട്രീയ ശൈലി അതിശക്തമായ ഭാഷയിലാണ് സ്വരാജ് പരിഹസിച്ചത്. കോൺഗ്രസിന്റെ ഒരു കൈ RSSന്റെ ചുമരിലും മറുകൈ ജമാഅത്തെ ഇസ്ലാമിയുടെ ചുമരിലുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. അതേസമയം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും തൃപ്തിപ്പെടുത്തി അധികാരം പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുറമെ മതനിരപേക്ഷതയെക്കുറിച്ച് സംസാരിക്കുകയും പ്രായോഗിക രാഷ്ട്രീയത്തിൽ വർഗീയ പാർട്ടികളുമായി രഹസ്യധാരണകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണെന്ന് അദ്ദേഹം പറയുന്നത്. ഇരു വർഗീയതയുമായി കൂട്ടുചേരുന്ന കോൺഗ്രസിനെ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾ കരുതിയിരിക്കണമെന്നും അദ്ദേഹം താക്കീത് നൽകി. വർഗീയതയോടുള്ള ഈ മൃദു സമീപനം കേരളത്തിലെ സാമൂഹിക ഐക്യത്തെ തകർക്കുമെന്നും കോൺഗ്രസിന് അധികാരം ലഭിച്ചാൽ അത് കേരളത്തിന്റെ നാശത്തിന് വഴിതെളിക്കുമെന്നും സ്വരാജ് വ്യക്തമാക്കി. വർഗീയ ശക്തികൾക്ക് ഭരണത്തിൽ സ്വാധീനം ലഭിക്കുന്നത് നാടിന്റെ സമാധാനം കെടുത്തുമെന്നാണ് CPM ഈ പ്രസംഗത്തിലൂടെ മുന്നറിയിപ്പ് നൽകുന്നത്. കേരളത്തിലെ വികസന മാതൃകകൾ തകരാതിരിക്കാൻ ഭരണ തുടർച്ച അനിവാര്യമാണെന്ന് സ്വരാജ് വാദിച്ചു. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറം ജനക്ഷേമത്തിന് ഇടതുപക്ഷം മാതൃകയാണെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ഇടതുപക്ഷം കാണിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അവരുടെ കരുത്തെന്ന് സ്വരാജ് ചൂണ്ടിക്കാട്ടി. ഒരു കോൺഗ്രസുകാരനായാലും BJP-കാരനായാലും ലീഗുകാരനായാലും തന്റെ പെൻഷൻ മുടങ്ങുമെന്ന് ആഗ്രഹിക്കില്ലെന്നും അദ്ദേഹം ഓർമ്മിച്ചു. ക്ഷേമപ്രവർത്തനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ സ്വീകരിക്കുന്നുവെന്നതിന്റെ തെളിവായി ഇതിനെ അദ്ദേഹം അവതരിപ്പിച്ചു. കഴിഞ്ഞ ഭരണകാലത്ത് നടപ്പിലാക്കിയ സ്കൂളുകളുടെ ഹൈടെക് വൽക്കരണം, പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റം എന്നിവ അദ്ദേഹം എടുത്തു പറഞ്ഞു. സ്കൂളുകൾ അടച്ചുപൂട്ടണമെന്നോ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ വൈകി ലഭിക്കണമെന്നോ ആരും ആഗ്രഹിക്കില്ലെന്നും ഈ വികസന കുതിപ്പ് തുടരണമെങ്കിൽ ഇടതുപക്ഷമല്ലാതെ മറ്റൊരു വഴി കേരളത്തിന് മുന്നിൽ ഇല്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഭരണ തുടർച്ചയുടെ പുതിയൊരു അധ്യായം ഇത്തവണ രചിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. രാഷ്ട്രീയ ശക്തികളെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തി നാടിന്റെ നന്മയ്ക്കായി ജനങ്ങൾ ഇടതുപക്ഷത്തിന് വീണ്ടും അവസരം നൽകുമെന്നും കണ്ണൂരിലെ തന്റെ പ്രസംഗത്തിലൂടെ അദ്ദേഹം വ്യക്തമാക്കി. ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷം സംസ്ഥാനം ഇതുവരെ സാക്ഷ്യം വഹിക്കാത്ത ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിനാണ് തിരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുകയെന്ന് സ്വരാജ് അവകാശപ്പെട്ടു. സാധാരണയായി പിന്തുടരുന്ന ഭരണമാറ്റ രീതിയെ മറികടന്ന് ഇടതുപക്ഷ ഭരണ തുടർച്ചയുടെ പുതിയൊരു അധ്യായം ഇത്തവണ രചിക്കപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇത് വെറുമൊരു തെരഞ്ഞെടുപ്പ് വിജയമല്ല, മറിച്ച് വികസന രാഷ്ട്രീയത്തിന്റെ വിജയമായിരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വർഗീയ ശക്തികളെ ഭരണത്തിൽ നിന്നും അധികാരത്തിന്റെ തണലിൽ നിന്നും പൂർണ്ണമായി മാറ്റി നിർത്തുക എന്നത് വലിയ ദൗത്യമാണ്. കോൺഗ്രസ് വർഗീയതയുമായി സന്ധി ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ചരിത്രപരമായ ഉത്തരവാദിത്വം ജനങ്ങൾ ഇടതുപക്ഷത്തെ ഏൽപ്പിക്കുമെന്നും സ്വരാജ് കൂട്ടിച്ചേർത്തു. നാടിന്റെ ഭാവി സുരക്ഷിതമാക്കാനും വികസന കുതിപ്പ് തുടരാനും ജനങ്ങൾ LDF-ന് വീണ്ടും അവസരം നൽകുമെന്ന കാര്യത്തിൽ തനിക്ക് സംശയമില്ലെന്ന് അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. വർഗീയതയുടെയും നാശത്തിന്റെയും രാഷ്ട്രീയത്തെ തള്ളിക്കളയാൻ കേരളം കാണിക്കുന്ന ഈ ജാഗ്രതയാണ് അദ്ദേഹം ചരിത്രപരമായ ദൗത്യം എന്ന് വിശേഷിപ്പിച്ചത്. ചുരുക്കത്തിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വെറുമൊരു ഭരണമാറ്റത്തിനുള്ള വേദിയല്ല, മറിച്ച് കേരളത്തിന്റെ മതേതരത്വവും വികസനവും സംരക്ഷിക്കാനുള്ള ഒരു വലിയ പോരാട്ടമായിട്ടാണ് ഇടതുപക്ഷം കാണുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കേരളത്തിന്റെ നാശം തുടങ്ങുമെന്ന സ്വരാജിന്റെ വാക്കുകൾ വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളത്തിൽ വലിയ അലയൊലികൾ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്.